ഐവറി ക്രീമാണ്. ആ ഒരു പേൾ ക്രീം ഉണ്ടല്ലോ, എക്സാക്ട് ആ ഒരു പേൾ ക്രീമിൽ തന്നെ ഒരു ആന്റിക് സെറിയിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ഡബിൾ സൈഡ് ബോർഡർ വരുന്നത് സാരിയിൽ. ആ ഒരു സെന്റർ പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ടായിരിക്കും സാരി വരുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, നല്ലൊരു സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിലൊരു ഗോൾഡൻ സെറി വൺ സ്റ്റൈലിൽ ഡബിൾ സൈഡിലുമായിട്ട് ബനാറസി സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി നമ്മൾ ഉടുക്കുമ്പോൾ നല്ല ഫ്ലോയി ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഫുൾ സാരി ഈ ഒരു പാറ്റേണിൽ വരും. ഫുൾ അതേ ലൈൻസിൽ തന്നെയാണ് രണ്ട് സൈഡിലും. അപ്പുറവും ലോവറും വരുന്നത് ലൈൻ പാറ്റേണിലാണ്. നല്ല ലെങ്ത്തിലും വിഡ്ത്തിലുമാണ് സാരി വന്നിരിക്കുന്നത്. കാരണം എബോവ് ആവറേജ് ഹൈറ്റ് ഉള്ളവർക്ക് നല്ല സഫിഷ്യൻ്റ് ആയിട്ടുള്ള വിഡ്ത്തിൽ സാരി വരുന്നുണ്ട്. ഇതിലും ആ ഒരു ഡബിൾ ലൈൻസ് വന്നിട്ട് ഒരു ബനാറസി സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ആ ഒരു സെന്റർ പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക. സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. ആ ഗോൾഡൻ സെറി സ്ട്രൈപ്പ് പാറ്റേൺസിലുള്ള മുന്താണി ഫുൾ ലുക്ക് ഇങ്ങനെ വരും. റണ്ണിങ് ആണ് ബ്ലൗസ് വരുന്നത് സാരിക്ക്. സെയിം ഇതേ ടോണിൽ തന്നെ പ്ലെയിൻ ബോഡി വന്നിട്ട് രണ്ട് സൈഡിൽ ബോർഡറിലാണ് ബ്ലൗസ് വരുന്നത്. അതെല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട്, കാരണം പേൾ ക്രീം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബ്ലൗസിന്. നമ്മുടെ കയ്യിലുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാഞ്ചീപുരം ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം നമുക്കൊരു സിൽക്ക് കോട്ടണിലൊക്കെയുള്ള ഇക്കത്ത് ബ്ലൗസ് ആണെങ്കിലും ബ്രൊക്കേറ്റ് വീവിലാണെങ്കിലും ആ ഒരു കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് അങ്ങനെ ഡ്രേപ്പ് ചെയ്യാം. സാരിയുടെ കൂടെ റണ്ണിങ് ആയിട്ട് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയൽ വരുന്നുണ്ട്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക സാരി. എല്ലാം നല്ല നല്ല ഡിഫറെന്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. എല്ലാ ഡിസൈൻസും നല്ല നല്ല ഡിസൈൻസ് ആണ്. ഇത് വരുന്നതും സ്ട്രൈപ്പ് ഡിസൈൻസ് തന്നെയാണ്. ഫുൾ ബോഡിയിലും ലൈൻസ് ആണ്. സ്ട്രൈപ്പ് പാറ്റേൺസ് വന്നിട്ട് ഒരു ആന്റിക് സെറി ബനാറസി സ്റ്റൈലുള്ള ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഞാൻ ക്ലോസിൽ കാണിക്കാം സാരി ഡീറ്റെയിൽ ആയിട്ട്. അതേ പേൾ ക്രീം തന്നെയാണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നമുക്ക് ഓണം മെറ്റാറായിട്ട് ഡ്രേപ്പ് ചെയ്യാം. അതല്ലാതെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ചെറിയ ഫംഗ്ഷനും എല്ലാം കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല കോസ്റ്റ് എഫക്റ്റീവ് പ്രൈസ് റേഞ്ചിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ ഫുൾ അതേ ഹൊറിസോണൽ ലൈൻ പാറ്റേൺസ് ആണ് ഫുൾ ബോഡി വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ബോഡിയിൽ ആ ലൈൻസ് വരുന്നത്. തീൻ സ്ട്രൈപ്പ് ഡിസൈൻസും വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിൽ ഡബിൾ ലൈൻ പാറ്റേണിലുള്ള ഒരു വീവിലാണ്, സെറി വീവിലാണ് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇതാണ് സാരിയുടെ ആ ഒരു ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നല്ലൊരു പീകോക്ക് മോട്ടീവ്സിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ബോർഡർ വരുന്നത്. സാരി വരുന്നത് മാറ്റ് ഫീലാണ് കേട്ടോ. നമ്മൾ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചൊരു ഗ്ലോസി ആയിട്ട് തോന്നുന്നത്. ഒരു ഷിമറിങ് തോന്നുന്നുണ്ട്. മാറ്റ് ഫീലാണ് സാരി വരുന്നത്. സിമ്പിൾ പല്ലു. മുന്താണി വരുമ്പോഴും ലൈൻസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അതേ ആ ഒരു ലൈൻ പാറ്റേണിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. എല്ലാ സാരീസും ഡിഫറെന്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കളർ പാലറ്റ് എല്ലാം സെയിം തന്നെ. ആ എക്സാക്ട് പേൾ ക്രീം തന്നെ സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കാണ്, സെമി സിൽക്കാണ്, നല്ല ഫാബ്രിക്കാണ്, വളരെ സോഫ്റ്റ് സാരിയുടെ മെറ്റീരിയൽ. ഇതിനൊരു ഡിഫറെന്റ് ലുക്കിലാണ്. ഇത് ഷോർട്ട് ആൻഡ് ലോങ് പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. ആ ഒരു സെന്റർ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബോർഡർ ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് ലോവറിൽ ഒരു ലൈൻസിലാണ്, ബെൻഡെക്സ് ബോർഡറിന്റെ പാറ്റേണിലാണ് സാരിയുടെ ലോവർ ഏരിയ വരിക. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. ഇതാട്ടോ സാരിയുടെ മെറ്റീരിയൽ. സോഫ്റ്റ് നമ്മൾ ആ ഒരു ക്രേപ്പ് എല്ലാം ഉണ്ടല്ലോ, ക്രേപ്പ് സിൽക്കിന്റെ എല്ലാം സെമി ക്രേപ്പിന്റെ ആ ഒരു ഫാബ്രിക്കാണ് സാരി വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയുള്ള സാരിയുടെ മുന്താണി, റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് ഡിസൈൻ പറയുകയാണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ലൈൻ പാറ്റേൺസ് ആണ്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഹൊറിസോണ്ടൽ നല്ല പാറ്റേണിലാണ് അത് ലൈൻസ് വരുന്നത്. അതിൽ ബനാറസി സ്റ്റൈലുള്ള ബോർഡർ ആയിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ ബോഡി വരിക. എല്ലാ ഡിസൈൻസും വളരെ ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് ലുക്ക് എല്ലാം സെയിം തന്നെ. ഇതിന്റെ പല്ലു വരുമ്പം പേസ്ലി ഡിസൈൻസിലാണ്, മാംഗോ മോട്ടീവ്സിലാണ് സാരിയുടെ ബോർഡർ, പല്ലു അല്ല ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നല്ലൊരു ബനാറസി സ്റ്റൈലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. മുന്താണി സെയിം തന്നെയാണ്, അതേ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്. ഒരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്. അതാണ് ഒരു ചെറിയൊരു ഷിമ്മറിങ് ഉണ്ട് മുന്താണി വരുമ്പം വിത്ത് ബ്ലൗസ്. ആ ബോർഡർ ഡീറ്റെയിലിംഗിൽ മാത്രമേ ചെറിയ വേരിയേഷൻ വന്നിട്ടുള്ളൂ. ബോഡി ഓൾമോസ്റ്റ് സെയിം തന്നെ. ഹൊറിസോണ്ടൽ ആ സെറി വുവൻ സ്ട്രൈപ്സിൽ തന്നെയായിരിക്കും സാരിയുടെ ബോഡി വരുന്നത്. ബോർഡർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതിനേമാതിരി വീവിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിൽ ആ ലൈൻസ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും, സെറി ലൈൻസ് വരുന്നത്. ബോർഡർ വരുമ്പം ഇതാണ് പാറ്റേൺ വരിക. നല്ലൊരു ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് ഒരു ബനാറസി ബോർഡർ വരുന്നത് സാരിക്ക്. മുന്താണി സെയിം തന്നെ, സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് എല്ലാ സാരിയുടെയും പല്ലു വരുന്നത്. ആ ഒരു ബോഡിയിലും ബോർഡറിലും മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ബ്ലൗസ് സെയിം, പല്ലു സെയിം. നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിലും ആ ഒരു പേൾ ക്രീം തന്നെയാണ് എല്ലാ സാരീസും വരുന്നത്. ഇതിലൊരു പീകോക്ക് മോട്ടീവ്സിലാണ് ബോർഡർ വന്നിരിക്കുന്നത്. ബാക്കി ഓൾമോസ്റ്റ് ലുക്ക് വൈസ് എല്ലാം സെയിം തന്നെ. ഹൊറിസോണൽ സ്ട്രൈപ്പ് ഡിസൈൻസ് ഫുൾ ബോഡി വരുന്നുണ്ട്. ഇതിലൊരു സിക്സ് ആക്ക് പാറ്റേണിലാണ് ആ ഒരു വീവ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ബോഡി പാർട്ട് ഇങ്ങനെ വരും. സിക്സ് ആക്ക് വീവ് വന്നിട്ട് സ്ട്രൈറ്റ് ലൈൻസിലായിരിക്കും ആ ഒരു സെറി വരുന്നത്. പീകോക്ക് മോട്ടീവ്സിലാണ് സാരിയുടെ ബോർഡർ. ഇതായിരിക്കും ബോർഡർ വരിക. സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയാണ് സാരിയുടെ മുന്താണി, റണ്ണിങ് ആണ് ബ്ലൗസ് വരുന്നത് സാരിക്ക്.
നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രീപ്പ് ചെയ്യാവുന്ന നല്ലൊരു ഓണം കളക്ഷൻ ആയിട്ടും ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടും എല്ലാം എടുക്കാവുന്ന സാരിയാണ്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലായിരുന്നു സാരീസ് വന്നത്. ഇത് ലാസ്റ്റ് സാരിയാണ്. എല്ലാ സാരീസിന്റെയും കളർ ആ ഒരു ബേസ് വരുന്നത് പേൾ ക്രീമാണ്. പക്ഷേ ഇതൊരു എക്സാക്ട് പേൾ ക്രീം എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇതിനെല്ലാത്തിലും ഒരു പിങ്ക് ടിൻറ്റഡ് ആണ്. ഒരു പിങ്കിന്റെ ഷെയ്ഡ് കൂടി വന്നിട്ടുണ്ട് സാരിക്ക്. ലൈറ്റ് പിങ്ക് ടിൻറ്റഡ് പേൾ ക്രീമാണ് എല്ലാ സാരീസിന്റെയും ആ ഒരു ബേസ് കളർ വന്നത്. അതിൽ ആന്റിക് സെറിയിൽ തന്നെയുള്ള ഗോൾഡൻ ബനാറസി വുമൺ സ്റ്റൈലിൽ തന്നെയാണ് സാരിയുടെ ബോഡിയും ബോർഡറും എല്ലാം വരുന്നത്. ഇത് വരുന്നത് ബോഡി പ്ലെയിൻ ആണ്. പ്ലെയിൻ വന്നിട്ട് ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺസിൽ ബെൻഡെക്സ് ബോർഡറിന്റെ പാറ്റേണിലാണ് സാരിക്ക് അപ്പുറം ലോവർ ബോർഡർ വരുന്നുണ്ട്. സെന്റർ പോർഷൻ വരുമ്പോൾ പ്ലെയിൻ വരുന്നു. ഇതിന്റെ പല്ലു വരുമ്പം ഈ ഒരു ലുക്കിലാണ്, ലൈൻ പാറ്റേണിലാണ് സാരിയുടെ മുന്താണി. ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ്.